ഹലോ, എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞങ്ങൾക്കും സുഖമാണ്, ഞങ്ങളും സേഫാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. പ്രതീക്ഷിക്കാത്തൊരു ലീവ് ഇന്ന് കിട്ടി. സൺഡേ ആയിരുന്നു. അപ്പോൾ ശനിയാഴ്ച തന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേഗം വീട്ടിലെത്തി. ഇപ്പോൾ രാവിലെ നേരത്തെ നീക്കണ്ടല്ലോ, അങ്ങനെ വിചാരിച്ച് കിടന്നപ്പോൾ രാവിലെ തന്നെ നല്ല വെയിൽ ജനാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കണ കാരണം പെട്ടെന്ന് നീക്കേണ്ടി വന്നു. അതുമാത്രമല്ല, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. രാവിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കാഴ്ച എന്ന് പറയുന്നത്, വീട്ടിൽ നല്ല നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. മുന്നേ പൂക്കളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, പക്ഷെ ഇത് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇന്ന് സൺഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, നവംബർ 22 സെഫിയുടെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഷമീർ എനിക്കൊരു മാസം മുന്നേ എന്നെ വിളിച്ചിട്ട് സർപ്രൈസ് കൊടുക്കണം, ഒന്ന് സെറ്റാക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. കാരണം ഒരു ദിവസം എനിക്ക് ലീവുള്ളൂ. ഒരു 2 ദിവസമൊക്കെ കിട്ടുകയാണെങ്കിലല്ലേ നമുക്ക് മുതലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നവരും വിശ്വാസമുള്ളവരാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ കടമ എന്നുള്ളത്. പിന്നെ അവളെൻ്റെ അനിയത്തിയല്ലേ. മാത്രമല്ല, നമ്മൾ ഈ ഒരു സന്ദർഭങ്ങളിൽ അവരൊക്കെ കൂടെ ഉള്ളതും വിഷ് ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമല്ലേ. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മ ദോശയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്, നമ്മുടെ മലയാളികളുടെ ദേശീയ ബ്രേക്ക്ഫാസ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ സെഫി. ഹാപ്പി ബർത്ത്ഡേ സെഫ് മേമ. ഹാപ്പി ബർത്ത്ഡേ സെഫി. എന്താ പമ്പേഴ്സിനോടുള്ള ആത്മാർത്ഥത? പമ്പേഴ്സ് ഏയ് ഏയ് മേമ പൊട്ടിച്ചേരാടാ. ഏയ് മമ്മ പൊട്ടിച്ചേരുന്ന ഇഷ്ടം. ഇവിടെ വന്നേച്ചി. ബ്രേക്ക്ഫാസ്റ്റിന് ദോശക്കൊപ്പം ചെറുപയർ കറിയും ചിക്കൻ പൊരിച്ചതായിരുന്നു. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലാണ്. താത്താരും കുട്ടികളും ഇല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിഷ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാനിതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഉസ്നാത്തും കുട്ടികളും എന്തോ തിരക്കിലായിപ്പോയി, അതുകൊണ്ട് അവർ വീഡിയോ കിട്ടിയില്ല. സൺഡേ ആയതുകൊണ്ടേ ഉപ്പ നല്ല പണിയിലായിരുന്നു. പൊന്ത പിടിച്ചതൊക്കെ വെട്ടി റെഡിയാക്കിയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പമ്മ ലഡു കേക്കൊക്കെ കൊടുന്നു തന്നു, അതും കഴിച്ചു. സെഫി എനിക്കൊരു ഗാലക്സി തന്നു, അത് ഞങ്ങൾ 50-50 ആക്കിയിട്ട് കഴിച്ചു. എന്നിട്ട് ഞാനിങ്ങനെ മ്യൂസിക് കാണുന്നതിൻ്റെ ഇടയ്ക്കാണ് പുറത്തുനിന്ന് ഓടി വന്നിട്ട് അർജുന് കാർട്ടൂൺ വെക്കണം പറഞ്ഞിട്ട് വാശി പിടിച്ചത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, കുട്ടികളെ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാനത് വെച്ചുകൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വേറെ പരിപാടിക്ക് പോയി. പരിപാടിയൊന്നുമില്ല, സെഫിയുടെ കുളി കഴിഞ്ഞ് നോക്കുമ്പോൾ ഷമീറിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിക്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും സെഫിയും കുട്ടിയും കൂടിയിട്ട് വീടിൻ്റെത് ഈ ഓപ്പോസിറ്റുള്ള ഈ പറമ്പിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. നല്ല ഭംഗിയില്ലേ ബാക്ക്ഗ്രൗണ്ട് കാണാൻ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങൾ 3 താത്താമാരും വിഷു മാത്രമേ ഉള്ളൂ, വേറെ ഗിഫ്റ്റൊന്നും ഇല്ലേന്ന്. ഗിഫ്റ്റ് ഓൾറെഡി അവൾക്കിപ്പോൾ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാവപ്പെട്ട ഒരു 15 പേർക്ക് അവളെ പേരിൽ ഫുഡ് കൊടുക്കാമെന്ന് തീരുമാനിച്ചായിരുന്നു. രാവിലെ തന്നെ എമൗണ്ടൊക്കെ അയച്ചു കൊടുത്തു, അത് സെറ്റാക്കി. പിന്നെ ഷമീറിൻ്റെ സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ലീവ് കിട്ടില്ല എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ വേറെ ഒരാളായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്നാണല്ലോ ലീവൊക്കെ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ആ സർപ്രൈസുകാരെത്തിയത്. ഞാൻ ഒരുപാട് മാസം ഞാൻ എന്നും ചോദിക്കും, വിളിക്കും, പോണിക്കൂല. അത് ടെൻഷനിലാണ്. ഞാൻ അത് ടൈറ്റ് വേണം. ഫോൺ വിളിക്കുമ്പോൾ ഗൾഫ് പോയി കണ്ടില്ല. അപ്പോൾ ഞാൻ ഇവരുടെ മറുപടി വന്നിട്ടുണ്ട് ഈ 10. അപ്പോൾ ഞാൻ അവൻ വിളിച്ച് തീരെ കൊടുക്കില്ല, എന്നും കട്ടാക്കണം. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് സെറ്റ് ആക്കില്ല. ഒരുപാട് 4-5 മാസമായി മെസ്സേജ് ഇട്ടൊക്കെ ഒരു ആശിക്കാരാണ് ദേശീയരാണെന്ന് മറ്റേ കുറ്റിപ്പുറത്ത് ഇത് ഇറക്കിയിരുന്നില്ലേ. എൻ്റെ ഇവിടെ മന്നായി ഫ്രണ്ടെന്തിനും കൊടുത്തല്ലോ. പക്ഷെ അങ്ങനെ ചെയ്ത അല്ല ഡോക്ടർ സ്റ്റാഫ് നോക്കിയിട്ട് ഷെമീറല്ലേ. ആ ഞങ്ങളോട് പറയാതെ തന്നെ ഗൾഫ് പോകാൻ. ഒരു
നല്ല സമയത്താണ് വന്ന് കറണ്ട് പോയിരിക്കുക. എന്തപ്പം ഉണ്ടായേ? വന്നവർക്ക് ഇപ്പമ്മയും മൂത്തമ്മയും കൂടി നാരങ്ങ വെള്ളമൊക്കെ കലക്കി കൊടുത്തു. ഒരു കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ അവർ യാത്ര പറഞ്ഞിട്ട് പോവാണ്. ഈ ഗിഫ്റ്റ് കൊടുന്ന് തന്നിട്ടുള്ള ഫ്രണ്ട് ഷെമീറിൻ്റെ കൂടെ ഡോക്ടേഴ്സ് ലാബിൽ കുറ്റിപ്പുറത്ത് വർക്ക് ചെയ്തിരുന്ന കുട്ടിയായിരുന്നു. ഞങ്ങളുടെ കൂടെ ആതിരയിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അവൻ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. അപ്പോൾ ആ കുട്ടി ഉണ്ടാക്കിയുള്ള ഹാമ്പറാണത്. കേക്കും ഉണ്ട്, കുനാഫ ചോക്ലേറ്റിൻ്റെ കേക്കാണ്. പിന്നെ ഒരു ചെറിയൊരു ഗിഫ്റ്റും ഉണ്ട്. അപ്പോൾ ഞങ്ങളത് അൺബോക്സ് ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാണ് ആ കുട്ടി പറയണത്. സാധയിലെടുക്കണം. ഗിഫ്റ്റ് കൊണ്ടുവന്ന ഫ്രണ്ടിന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയതിനു ശേഷമാണ് അവർ എത്തിയത്. രാവിലെ കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. പക്ഷെ അവർ ലേറ്റായി. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച 11 മണിക്കായിരുന്നു എൻ്റെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രാവിലെ പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ന് എമർജൻസി ആയി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ ഹോസ്റ്റലിൽ എത്താൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം പോകാമെന്നുള്ള പ്ലാൻ ഇട്ടു. കാരണം തിങ്കളാഴ്ച 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. ഷെമീറിൻ്റെ ഫ്രണ്ട് ഫർസാനയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. പേര് പറയാൻ വിട്ടുപോയി. ഒരു ബൊക്ക ആയിരുന്നു ഈ ഫോട്ടോസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുനാഫ ചോക്ലേറ്റ്, അതായത് അതിൻ്റെ ഒരു കേക്കാണ്. പിന്നെ ഡയറി മിൽക്ക്. പിന്നെ അവൾ കുറേ നോക്കി നടക്കുന്ന ഒരു ബാഗ്. ഉച്ചാകുമ്പോൾ ഉസ്നാത്താൻ്റെയും കുട്ടികളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വീഡിയോയിൽ ഉമ്മല്ല. അതേപോലെ ഉപ്പ ഉച്ചാകുമ്പോൾ പാടത്തേക്ക് മീൻ പിടിക്കാനും പോയി. അപ്പോൾ സർപ്രൈസ് ആയതുകൊണ്ട് ഇവരോട് പ്രത്യേകിച്ച് പറയാനൊന്നും നിന്നില്ല, അല്ലെങ്കിൽ അവരും ഉണ്ടായേനെ. അപ്പം ഞാനാണെങ്കിൽ ലാബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. സെഫിനേക്കാൾ വലിയ സന്തോഷം അർജുനായിരുന്നു. കാരണം ഓർമ്മ വെച്ച് വരുമ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണില്ലേ. വീട്ടിൽ പ്രത്യേകിച്ച് ബർത്ത്ഡേറ്റ് പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അളേൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നസറത്താത്ത അത് അളേൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. അളയും വീട്ടിലെത്തി. അപ്പോൾ എനിക്കും കൂടി കൊണ്ടുപോകാൻ കൂടി ഉണ്ടായിരുന്നു. 6:30 കഴിഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. റംഷാദ് അളേനാണ് എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തന്നെ. ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ നിന്നുള്ളൂ. അപ്പത്തേയും ബസ് വന്നു. രാജപ്രഭയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഞാൻ കൊണ്ടുവരുന്ന കാരണം അവരോട് പറഞ്ഞു രാത്രിക്കൊക്കെയുള്ള ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ബിരിയാണി ഇട്ടേക്ക് വരുന്നുണ്ട്. പിന്നെയും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അവർ. അപ്പോൾ ഞാനൊരു 7:30 ആകുമ്പോഴത്തേനും ഓങ്ങല്ലൂർ എത്തി. ഇതാണ് കേട്ടോ ഹോസ്റ്റലിൻ്റെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. നായ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കാർബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ബിരിയാണി മാത്രമല്ല കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പമ്മാൻ്റെ പണിയാണ് ചോറ്റും പാത്രത്തിൽ ലഡുവും കേക്കും ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് കൊടുത്തോന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പുളിയിഞ്ചും 2 തരം അച്ചാറും കൊടുന്നു. അങ്ങനെ എൻ്റെ ലഗേജൊക്കെ ഞാൻ അവിടെ വെച്ചു. ഫുഡൊക്കെ ഒന്നും കൂടി ചൂടാക്കി. നല്ല മഴ പെയ്ത ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം രാവിലെ 6 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണമല്ലോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ വീഡിയോ ഇട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.